നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീരത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിക്കാനായി വിഴിഞ്ഞത്തേക്ക് പുറപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി വാഹനങ്ങൾ തടഞ്ഞിട്ടത് മണിക്കൂറുകളോളം. വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ ഉദ്ഘാടനം ഇന്ന് നടക്കവെയാണ് പിണറായി പോലീസ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് വാഹനങ്ങൾ തടഞ്ഞിട്ടത്. അതിനിടെ ചരിത്രമാകുന്ന വിഴിഞ്ഞം പോർട്ടിന്റെ ക്രെഡിറ്റിന്റെ പേരിൽ സ്ഥലത്ത് ഫ്ലക്സ് യുദ്ധവും ശക്തമാണ്. പിണറായി വിജയന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഫ്ലക്സുകളാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. പദ്ധതി തങ്ങളുടേതാണെന്ന അവകാശവാദം ഉന്നയിച്ചാണ് ഇടത് വലതു മുന്നണികളെ ഫ്ലക്സ് യുദ്ധമുയർന്നത്. വിജയവഴി വിഴിഞ്ഞം എന്നാണ് CPIM ഫ്ലക്സിൽ കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയെ മറക്കരുതെന്ന് കോൺഗ്രസ് ഫ്ലക്സിലൂടെ തിരിച്ചടിച്ചു. എന്തായാലും ഫ്ലക്സ് യുദ്ധത്തിൽ BJP ഇല്ല. വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശം ഉന്നയിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകൾ ഉയർന്നതോടെ ഈ പ്രദേശത്തെ റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാനോ നടക്കാനോ ഉള്ള സ്ഥലം പോലും ഇല്ലാതായി വീർപ്പുമുട്ടുകയാണ് ജനങ്ങൾ. പദ്ധതി പ്രദേശത്തിന്റെ മുന്നിൽ പോലും പണി പൂർത്തിയായിട്ടില്ല. കണ്ടെയ്നർ കൊണ്ടുപോകാനുള്ള റോഡ് ഇടുങ്ങിയതാണ്. പദ്ധതി പ്രദേശത്തേക്കുള്ള റോഡ് 1 കിലോമീറ്റർ പൂർത്തിയായാൽ 4 വരി പാതയിൽ എത്താം. വിഴിഞ്ഞം പോർട്ടിനോട് പ്രദേശവാസികൾക്ക് സമ്മിശ്ര പ്രതികരണമാണുള്ളത്. ഒരു ഗുണവും നമുക്കില്ലെന്ന് ഒരു വിഭാഗവും വികസനം വരേണ്ടത് തന്നെയാണെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നു. കഴിഞ്ഞ ദിവസം എത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയിരുന്നു. കപ്പൽ ഇന്നലെ എത്തിയെങ്കിലും ഇന്നാണ് ഔദ്യോഗിക സ്വീകരണ ചടങ്ങ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ, മറ്റു മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് കപ്പലിനെ സ്വീകരിക്കും. അദാനി പോർട്ട് CEO കരൺ അദാനിയും ചടങ്ങിനെത്തി. മറ്റു